ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാം എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. മഹത്വമുണ്ടാവട്ടെ. ഈ സമയത്ത് അനുശോചനം അറിയിക്കാനുള്ള ആളുകൾക്ക് ഇപ്പോൾ സമയമുണ്ട്. ദേവാലയത്തിൽ എല്ലാവർക്കും അതിൻ്റെതായ സമയം ലഭ്യമാകത്തില്ല. നമ്മുടെ സമയം വളരെ ഇതായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. അതുകൊണ്ട് പാസ്റ്റർമാരായിരിക്കുന്നുണ്ട്, സാമൂഹിക പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്നതായ ആളുകളുണ്ട്. ഈ പ്രിയ പിതാവിനോടുള്ളതായ ആ സ്നേഹത്തെയും കരുതലിനെയും ഒക്കെ അറിയാവുന്ന ആളുകളുണ്ട്. ഒരു വാക്ക് ഈ സമയത്ത് പ്രിയ പിതാവിന് അനുശോചനം അറിയിക്കുവാനായുള്ളതായ ആളുകൾ മുൻപോട്ട് വന്നാൽ അതിനുള്ള അവസരം ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം അറിയിക്കട്ടെ. ഈ സമയം അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ വിട്ടുപിരിഞ്ഞ സ്വർഗ സമാനത്തിനായി പ്രവർത്തിക്കുന്നു. തൻ്റെ ജീവിതകാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിച്ച് വളരെ സൗഹൃദത്തോടുകൂടി ഏത് സമയത്ത് കണ്ടാലും ഒരു ചെറുപുഞ്ചിരിയുമായി എല്ലാവരെയും എതിരേൽക്കുന്ന നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ബാബു എപ്പോഴും സദാസമയവും ഒരു പൊതുപ്രവർത്തന നിലയിൽ എല്ലാവരോടുമൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും മറ്റ് ബന്ധുമിത്രാദികൾക്കുള്ള അനുശോചനം കുറ്റവാക്കി രേഖപ്പെടുത്തുന്നതിനകത്ത് അടുത്തായിട്ട് അനുശോചനം അറിയിക്കുന്നതിന് ദിലീപ് പ്രിയപ്പെട്ട ബാബുച്ചേട്ടൻ ചെറുകാരനായി കീഴ്ത്തോട്ടിൽ താമസിച്ചു വരുന്ന വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കണക്ക് തന്നെ എല്ലാ രംഗത്തും പൊതുരംഗത്തായാലും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിനനുസരിച്ച് ഈ നാടിനു വേണ്ടി നന്മകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇവിടെ ഈ പ്രദേശത്തിന് പാപ്പക്കട പാപ്പ സിറ്റി എന്നുള്ള പേരും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി എന്നും നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തെ ഇതിനകത്തുള്ള എല്ലാ ഐശ്വര്യവും കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തും. അടുത്തായിട്ട് സംസാരിക്കുന്ന PCC ജനറൽ സെക്രട്ടറി CAPS ശ്രേഷ്ഠന്മാർ, മറ്റൊരു പ്രിയമുള്ളവരെ, നമ്മുടെ ഏവർക്കും പ്രിയനായ പാപ്പച്ചോട് ദിവസം മനുഷ്യ ജീവിതത്തിൽ മരണം എന്ന കാര്യം ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ്. നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു ജീവിതത്തിലൊരു ഘട്ടത്തിൽ എല്ലാ ആളുകളും ഈ നാടിനോട് യാത്ര പോകേണ്ടതായിരുന്നു. ഇവിടെ പാപ്പച്ചേട്ടൻ്റെ വേർപാടിനോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം പങ്കെടുക്കാൻ ധാരാളം ആളുകൾ ഇന്നലെ മുതൽ ഇങ്ങോട്ട് കടന്നു വരുന്നു. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ വേർപാട് മനുഷ്യഹൃദയങ്ങളെ പലതരത്തിലാണ് സ്വാധീനം. ഞാൻ പാപ്പച്ചേട്ടനെ ഒരു യുവജന സംഘടനാ പ്രവർത്തകനായി ഞാൻ നടക്കുന്ന കാലം മുതൽ ഉള്ളൂരിൽ പാപ്പച്ചേട്ടൻ എനിക്കൊക്കെ ഏറെ സമയമായി ഇടപെടുകയും സമയമായി സംസാരിക്കുകയും
ചെയ്ത പ്രിയപിതാവാണ്. അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ ആരോഗ്യ ദൃഢഗാത്രനായി ജീവിച്ച ഒരു പ്രിയപിതാവാണ്. കാർഷിക മേഖലയിൽ അധ്വാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞാൻ കണ്ടപ്പോൾ അത് ക്ഷീണിതനായിരുന്നെങ്കിലും നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പ്രിയപിതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം റോഡിൻ്റെ സൈഡിലുള്ള ഭവനത്തിലായിരുന്നു. അന്ന് വളരെ സ്നേഹത്തോടുകൂടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ വീക്ഷണമുള്ള ഒരു പ്രിയപിതാവായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ സ്മാരകങ്ങൾ പണിയാനായിട്ട് ലോകത്തിൽ പ്രശസ്തരാകണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം അർത്ഥവത്തായി ദൈവം നൽകിയിരിക്കുന്ന നിയോഗം വളരെ അർത്ഥവത്തായി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മൾ മനുഷ്യ ഹൃദയങ്ങളിലെ സ്മാരകങ്ങൾ പണിയുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പണിയുന്ന സ്മാരകങ്ങളാണ് എന്നേക്കും നിലനിൽക്കുന്നത്. സിമെന്റ് കൊണ്ടും കല്ലുകൊണ്ടും മാർബിൾ കൊണ്ടും ഒക്കെ പണിയുന്ന സ്മാരകങ്ങൾക്ക് അതിന് സമയപരിമിതികളുണ്ട്. ചിലപ്പോൾ അവ ഇല്ലാതായി പോയെന്ന് വരാം. തന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും അവർക്ക് ദാനം ചെയ്ത ഞങ്ങളുടെ ഇഷ്ടാവും കർത്താവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹായുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വിശേഷാൽ ഈ പ്രിയ പിതാവിന്റെ ഭവനത്തെയും അങ്ങയുടെ സ്നേഹകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ തിരുസാന്നിധ്യത്തിന്റെയും ആശ്വാസം അവർക്ക് നൽകണമേ. എന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ സമാധാനവും പ്രത്യാശയും സന്തോഷവും നമ്മുടെ എല്ലാ മക്കൾക്കും ദാനം ചെയ്ത നമ്മുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഇളവില്ലാത്ത മാലാഖമാരോടും വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടുള്ള നീതിമാന്മാരെ ആത്മാക്കളോടും കൂടെ ഞങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളെ പ്രയാണകാലത്ത് അങ്ങയുടെ വിശുദ്ധരോട് കൂട്ടായ്മ ഞങ്ങൾ നിലനിൽപ്പാനും നിത്യരാജ്യത്തേക്കുള്ള പ്രത്യാശയും ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗീയ സമാധാനവും ധൈര്യവും അനുഭവിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഇപ്പോൾ തന്നെ സങ്കീർത്തനം നമുക്ക് വായിക്കാവുന്നതാണ്. സങ്കീർത്തനം എന്ന ഭാഗം വായിക്കാവുന്നതാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും കടലത്തെയും നീ വെച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. 3 കാര്യം ദൈവം നമ്മളെ മറച്ചിരിക്കുന്നു. എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും ദൈവം നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ മുമ്പ് കേട്ടതും വളരെ ആത്മാർത്ഥമായി തന്നെ പ്രയോജനപ്പെടുത്തിയ ഈ നാടിലെ ആളുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ വ്യക്തിയാണ് പാപ്പച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ദുഃഖിക്കുന്ന ഈ പ്രദേശവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ സഭയിലെ വിശ്വാസികൾക്കുമൊപ്പം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സർവേശ്വരൻ സ്വർഗത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. ഇപ്പോൾ സഭയുടെ അനുശോചനം അറിയിക്കുകയും റീത്ത് അർപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നറിയട്ടെ. സഭ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും മുൻപോട്ട് കടന്നു വരികയും പ്രിയ പിതാവിന് അനുശോചനം അറിയിക്കുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട
CSI ഈസ്റ്റ് കേരള ഡയോസിസ് ചർച്ചയുടെ ഡിസ്ട്രിക്ട് ചെയർമാനും നശിച്ചു പോകാത്ത, കേടാകാത്ത, ദ്രവത്വമില്ലാത്ത, ജീർണിച്ചു പോകാത്ത തേജസ്സുള്ള ഒരു ഭവനം അദ്ദേഹത്തിന് താമസിക്കാനായി സ്ഥിരമായിട്ട് കൊടുക്കുകയും അപ്രകാരമുള്ള ഒരു പാപ്പച്ചേട്ടനെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി പാപ്പച്ചേട്ടനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ തേജസ്സുള്ള ശരീരത്തിന്റെ ഉടമയായി അതിൽ നാം സന്തോഷിക്കുക. ഇവിടെ എല്ലാവരും നിശബ്ദരാകുക. പിതാവിന്റെ അന്ത്യ കർമ്മങ്ങളാണല്ലോ നമ്മളിവിടെ ചെയ്യുന്ന അന്ത്യ ശ്രദ്ധകളാണ്. എല്ലാവരും നിശബ്ദരായിരിക്കുക. ആ മുകളിൽ തലക്ക് വെച്ചിട്ടില്ല, അതും വലിച്ചു മുഖം മൂടാൻ ടൗലില്ലേ കൊണ്ടുവരുവപ്പാ പോയി പോലില്ല എന്നാ മുഖം മൂടാൻ ടൗലില്ല. അത് വലിച്ചിട്ടാ മതിയെന്നേ. ആ മേളിൽ അതല്ല തലക്കലിരിക്കുന്നത് ആണോ? കടയിൽ നിന്ന് ടൗല് മേടിക്കാൻ പറ. കടയിൽ നിന്ന് ടൗല് മേടിച്ചോണ്ട് വരാൻ പറ. അതെടുക്കത്തില്ല, അത് അടിയിൽ ഇങ്ങനെ വെച്ചിട്ടേക്കുന്നുണ്ട്. തകരുള്ളൂ, നോക്കാൻ പറ്റില്ല. അതിനാണ് പറ്റിയ നഷ്ടം. സാധാരണ തുണി ഇടുന്ന അതിന് വലിച്ചിടുക. അതാണ് ഉണ്ടാകുന്ന. അന്നേരം അവർ പറഞ്ഞ് ഇപ്പോൾ വേണ്ട പിന്നെ പറഞ്ഞു ഇതിനൊക്കെ എവിടെ തോർന്നൊന്നും അറിയാണ്ടില്ല. അതുകൊണ്ട് അവിടെ കൊണ്ട് മതി. മണ്ണെടുത്തോ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൊഴിയായി ഭൂമിയെ ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക എന്ന് പറഞ്ഞ് കർത്താവിൽ ഭരിക്കുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. പ്രത്യാശയോടെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രകൃതികളെ നമുക്ക് ഉറപ്പിക്കേറ്റിയല്ല. നിത്യാവിശ്വാസ പ്രമാണം